ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പം എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇതിനകത്ത് കുറച്ച് നാളെ ഇങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഞാൻ കുറച്ചു ബിസി ആയിപ്പോയി. സത്യം പറഞ്ഞാൽ ഞാൻ കിടപ്പിലായിരുന്നു, എനിക്ക് വയ്യായിരുന്നു. ഞാൻ കഴിഞ്ഞ 1 വീക്കായിട്ട് ബെഡ് റെസ്റ്റിലായിരുന്നു. എനിക്ക് കുറച്ച് ഒരു വൈറൽ ഫീവർ അടിച്ച് അത്യാവശ്യം നല്ല സീനായിരുന്നു. ബോഡി പെയിനും കാര്യങ്ങളൊക്കെ ആയിട്ട് ശരിക്കും പറഞ്ഞാൽ ഈ കോമ്പറ്റീഷൻ ഞാൻ നിർത്തണം എന്ന് വരെ ഞാൻ ചിന്തിച്ചൊരു സമയം ഉണ്ടായിരുന്നു. ഒരു ദിവസം എനിക്ക് ഭയങ്കര ഒട്ടും വയ്യ, ഭയങ്കര ബോഡി പെയിനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ കരകുന്ന ഒരു അവസ്ഥയിലെത്തിയപ്പോൾ ഞാൻ വിചാരിച്ച് ഈ കോമ്പറ്റീഷൻ ഇവിടെ വെച്ച് നിർത്താം, നമുക്ക് ഇത് അങ്ങോട്ടിലേക്ക് എനിക്ക് പറ്റുന്നില്ല, ഈ ലിമിറ്റ് അങ്ങോട്ട് പുഷ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം കുറച്ച് ഡൗൺ ആയിപ്പോയി. ഒരു 1 വീക്കായിട്ട് വർക്കൗട്ടും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. കഴിഞ്ഞ ഈ റീസെൻ്റ് ആയിട്ടുള്ള ട്യൂസ്ഡേ ആണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ പിന്നെയും കുറച്ച് വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങിയത്. ഇന്നിപ്പോൾ സൺഡേ ആയിട്ടുണ്ട്, ഒരു 5 days ആയിട്ട് ഞാൻ ഇപ്പോൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ഫ്രണ്ട്സിനും എൻ്റെ ഫാമിലിക്കും എൻ്റെ സ്റ്റുഡൻസിനും എല്ലാവർക്കും വളരെയധികം താങ്ക്സ് ഉണ്ട്. കാരണം ഞാനിത് നിർത്താമെന്ന് വിചാരിച്ചിരുന്ന സമയത്ത് നിങ്ങൾ തന്നൊരു സപ്പോർട്ടിൻ്റെ പേരിലാണ് ഞാൻ ഓക്കെ ചെയ്തത്, എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചത്. കാരണം കഴിഞ്ഞൊരു 4 മാസമായിട്ട് ഞാനിതിന് ഒരുപാട് എഫേർട്ട് ഇടുന്നുണ്ട്, ടൈം ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. വർക്കൗട്ടും ചെയ്യാനും വർക്ക് ചെയ്യാനും അതിൻ്റെ കൂടെ എൻ്റെ പ്രൊഫഷൻ കൊണ്ടുപോകാനും ഇതെല്ലാത്തിനും ഒരുപാട് ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, പിന്നെ ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു കോമ്പറ്റീഷന് വേണ്ടി ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഈ കോമ്പറ്റീഷൻ കംപ്ലീറ്റ്ലി തീർക്കാനായിട്ട് കഴിഞ്ഞൊരു 6 മാസം ഞാൻ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എൻ്റെ ഒരു എക്സ്പെൻസ് എന്ന് പറയുന്നത് ഒരു 75-80 അടുത്ത് വരുന്നുണ്ട്. രജിസ്ട്രേഷൻ ഫീസും ട്രാവൽ എക്സ്പെൻസ് എല്ലാം കൂടി കൂട്ടിച്ചേർത്ത് ഞാൻ പറയുന്നത് 75-80 അടുത്ത് വരുന്നുണ്ട്. അപ്പം കുഴപ്പമില്ല. നമ്മൾ ആദ്യമായിട്ടൊരു കോമ്പറ്റീഷൻ ചെയ്യാൻ പോകുന്നത് നാച്ചുറൽ മിസ്റ്റർ കേരള തൃശ്ശൂർ വെച്ചിട്ടാണ്. ഓഗസ്റ്റ് 28 IPC എന്ന് പറയുന്ന നാച്ചുറൽ കോമ്പറ്റീഷൻ നടക്കാൻ പോകുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു നാച്ചുറലായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന ആൾക്കാരെ മാത്രമേ അവിടെ എടുക്കുന്നുള്ളൂ. കാരണം ഒരുപാട് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടാണ് അവർ മാനേജ്മെൻറ്റ് നടത്താൻ പോകുന്നത്. അതുകൊണ്ട് മാക്സിമം എനിക്ക് തോന്നുന്നൊരു ഫെയർ ആയിട്ടുള്ള കോമ്പറ്റീഷൻ ആയിരിക്കും. നമുക്ക് നോക്കാം. ഈ കോമ്പറ്റീഷൻ വിൻ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് ഒന്നും എനിക്കില്ല. ഞാൻ എൻ്റെ മാക്സിമം എൻ്റെ ഒരു 100% എഫേർട്ട് ഞാൻ ഇന്നത് കൊടുക്കുന്നുണ്ട്. അതിനുള്ള റിസൾട്ട് എൻ്റെ ബോഡിയിൽ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഞാനിപ്പം നല്ല രീതിയിൽ ഡയറ്റ് ചെയ്യുന്നുണ്ട്, വർക്കൗട്ട് പ്രോപ്പറാണ്, സ്ലീപ്പിംഗ് പ്രോപ്പറാണ്, അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ എൻ്റെ ജോലിയും കൊണ്ടുപോകുന്നു. എൻ്റെ ഫാമിലി അത്യാവശ്യം നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അച്ഛൻ അമ്മ ഭയങ്കര ഹെൽപ്പാണ്. കാരണം എൻ്റെ ഫുഡ് ഉണ്ടാക്കാനും എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് തരാൻ എൻ്റെ അച്ഛനും അമ്മയും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ഒന്നും പറയാനില്ല. എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു സമയം ഉണ്ടായിരുന്നു, എനിക്ക് എക്സ്പെൻസസ് കൂടിയിട്ട് എനിക്ക് എക്സ്പെൻസസ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആ സമയത്ത് എൻ്റെ ഫ്രണ്ട്സാണ് മുന്നോട്ട് വന്നത്, നീ ചെയ്യും, നമുക്ക് ഹെൽപ്പ് ചെയ്യാം എന്നുള്ള രീതിയിൽ അവരും കുറച്ച് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം എന്നെ ഗൈഡ് ചെയ്യാനായിട്ട് 2 പേര് മുന്നോട്ട് വന്നു. ഞാൻ പേര് പറയുന്നില്ല, അവർക്ക് പേര് പറയാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു. സോ അവരുടെ ഗൈഡൻസിലാണ് ഞാനിപ്പം ഇറങ്ങാൻ പോകുന്നത്. കാരണം എനിക്ക് കോമ്പറ്റീഷൻ പ്രെപ്പ് ചെയ്ത് വലിയ എക്സ്പീരിയൻസ് ഇല്ല. അപ്പോൾ കോമ്പറ്റീഷൻ പ്രെപ്പ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്ന് ഞാൻ ശരിക്കും പറഞ്ഞ് ഇപ്പോഴാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ സപ്ലിമെൻറ്റ്സും കാര്യങ്ങളെല്ലാം ഇപ്പോഴാണ് എടുക്കാൻ തുടങ്ങിയിരിക്കുന്നത്. കാരണം ഇതിനു മുമ്പ് വരെ ഞാൻ സപ്ലിമെൻറ്റ്സ് അധികം ഉപയോഗിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷമാണ് ഞാൻ പ്രോട്ടീൻ പൗഡർ തന്നെ ടേസ്റ്റ് ചെയ്ത് അത് റിവ്യൂ ചെയ്ത് അതിനകത്ത് എന്തൊക്കെയും കുഴപ്പമുണ്ടെന്നൊക്കെ യൂസ് ചെയ്ത് തുടങ്ങിയത്. പ്രോട്ടീൻ പൗഡറും ക്രിയാറ്റിൻ ഞാൻ അപ്പോഴാണ് യൂസ് ചെയ്ത് തുടങ്ങുന്നത്. ഇപ്പോൾ എനിക്ക് അത്യാവശ്യം ഞാൻ എടുക്കുന്ന പ്രോഡക്റ്റ്സ് എന്ന് പറഞ്ഞാൽ വേ പ്രോട്ടീൻ നല്ലൊരു ഐസൊലേറ്റ് എടുക്കുന്നുണ്ട്, പിന്നെ ഒരു ക്രിയാറ്റിൻ എടുക്കുന്നുണ്ട്, പിന്നെ ഒരു പ്രീ വർക്കൗട്ട് വല്ലപ്പോഴും. അത് ഈ റീസെൻ്റായിട്ട് കഴിഞ്ഞൊരു 1 വീക്കിലാണ് തുടങ്ങി ഒരു പ്രീ വർക്കൗട്ട് എടുക്കുന്നുണ്ട്. കാരണം എൻ്റെ ലിമിറ്റ് പുഷ് ചെയ്ത് എനിക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഇത്രയും സപ്ലിമെൻറ്റ്സ് വേണം. പിന്നെ വിറ്റാമിൻ, ഫിഷ് ഓയിൽ കഴിക്കുമ്പോൾ എനിക്ക് കുറച്ച് ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ട്. ഫിഷ് ഓയിൽ തൽക്കാലം നിർത്തി. പിന്നെ വിറ്റാമിൻ എടുക്കുന്നുണ്ട്. പിന്നെന്തോ ഇത്രേ ഉള്ളൂ. പിന്നെ ബാക്കിയുള്ള എല്ലാം ഫുഡിലാണ്. ഫുഡിൽ ഏകദേശം നല്ല രീതിയിൽ ചിലവാകുന്നുണ്ട്. നാച്ചുറലായിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും കൂട്ടി തന്നെ കൺട്രോൾ ചെയ്യണം. അപ്പം ഇത്രയും എഫേർട്ട് ഇട്ടിട്ട് എനിക്ക് വയ്യാതെ വന്നപ്പോൾ ഞാൻ നല്ല രീതിയിൽ ഡൗൺ ആയിപ്പോയി. എൻ്റെ ഫ്രണ്ട്സും നിങ്ങളുടെ ഫാമിലി എല്ലാവരും കൂടി ഒരു സപ്പോർട്ട് തന്നുകൊണ്ടാണ്, ഒരു മെൻ്റൽ സപ്പോർട്ട് തന്നുകൊണ്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ചെയ്യണം, എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള ഡിസിഷൻ എടുത്തത്. അപ്പം ഇത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കും. എങ്ങനെയായാലും സ്റ്റേജിൽ കയറിയിരിക്കും. അതിന് തീരുമാനിച്ചാണ് ഞാൻ നിൽക്കുന്നത്. എങ്ങനെയെങ്കിലും ഇത് കംപ്ലീറ്റ് ചെയ്തിരിക്കും. കാരണം എടുത്തൊരു സാധനം നമ്മൾ പിന്നോട്ട് വെക്കാൻ പാടില്ല. മുന്നോട്ട് വെച്ച കാര്യം മുന്നോട്ട് തന്നെ, അതെങ്ങനെയായാലും ഇത് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. സോ അത് പറയാൻ വേണ്ടി വന്നത്, എങ്ങനെ പോയാലും നമ്മൾ ഈ കോമ്പറ്റീഷൻ ചെയ്തിരിക്കും. അത് ജയിക്കുകയോ ഇല്ല എന്നുള്ളൊരു പിന്നീടുള്ള കാര്യമാണ്. ജയിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മളെന്തായാലും എടുത്ത സാധനം പൂർത്തിയാക്കിയിരിക്കും. അതാണ് വലിയൊരു അച്ചീവ്മെൻ്റാണ്. കാരണം എടുത്ത സാധനം കഴിഞ്ഞൊരു 6 മാസമായിട്ട് ഞാൻ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ബൾക്ക് ചെയ്ത് ഒരു 90 kg ആക്കിയിട്ടാണ് ഞാൻ ഇപ്പോൾ കട്ട് ചെയ്ത് 78 ആക്കിയിട്ടുണ്ട്.
മെൻസ് പി സി കോമ്പറ്റീഷനിലാണ് ഞാൻ ഇറങ്ങാൻ പോകുന്നത്. അപ്പം നമ്മൾ നല്ല രീതിയിൽ ഷേപ്പ് ഉണ്ടായിരിക്കണം. ആ ഷേപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് കുറച്ച് കഷ്ടപ്പെടുന്നത്. ആപ്സും കാര്യങ്ങളൊക്കെ ഇപ്പോഴും അത്രയ്ക്ക് അങ്ങോട്ട് വന്നിട്ടില്ല. നമുക്ക് നോക്കി ഇനി അങ്ങോട്ട് ഒരു 50 ദിവസം കൂടി ഉണ്ട്. ആ 50 ദിവസം എനിക്ക് തോന്നുന്നു മിക്കവാറും എൻ്റെ അടപ്പളകും. നമുക്ക് നോക്കാം. മിക്കവാറും ഈ 50 ഡേയ്സ് വല്ലാത്തൊരു അവസ്ഥയിലായിരിക്കും. നമുക്ക് നോക്കാം. എന്തായാലും ഓഗസ്റ്റ് 28 കോമ്പറ്റീഷനാണ്. എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകണം, എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം. അപ്പം ഇനി അങ്ങോട്ടുള്ള 50 ഡേയ്സ് ഞാൻ 50 ഡേയ്സേ കൂട്ടുന്നുള്ളൂ. കാരണം കോമ്പറ്റീഷൻ പ്രിപ്പയർ ചെയ്തതിന് 50 ഡേയ്സ്, പിന്നെ വരുന്ന പീക്ക് വീക്കാണ്. അപ്പം അത് ഞാൻ കൂട്ടുന്നില്ല. 50 ഡേയ്സ് നല്ല രീതിയിൽ നിങ്ങളെല്ലാവരും സപ്പോർട്ടും, നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്കെന്താ പറയുക, ഒരു കോൺഫിഡൻസ് കിട്ടും. ഓക്കെ, നമ്മൾ എഫേർട്ട് ഇടുന്നതിനെ കുറച്ച് നമ്മൾ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അത് മതി. ആ ഒരു സപ്പോർട്ട് ഉണ്ടായാൽ മാത്രം മതി. ഇവിടെ വേറെ ഒരു കാര്യം വേണം, ജസ്റ്റ് സപ്പോർട്ട് മാത്രം മതി. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടായിരിക്കണം, എല്ലാവരും പ്രാർത്ഥിക്കണം. കാരണം ഇതിനിടയ്ക്ക് പിന്നെയും ഹെൽത്ത് ഇഷ്യൂസ് വന്നു കഴിഞ്ഞുള്ള പ്രശ്നം മാത്രമേ എനിക്കുള്ളൂ. അപ്പോൾ ഹെൽത്ത് കുഴപ്പം വരാതിരിക്കാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. അപ്പം കംപ്ലീറ്റ് ചെയ്തിരിക്കും. ഈ കോമ്പറ്റീഷൻ എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്തിരിക്കും. അപ്പം എങ്ങനെയെങ്കിലും ഈ കോമ്പറ്റീഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കും. അപ്പുറത്തെ പിള്ളേരെ ബഹളം കേൾക്കുന്നത്. അപ്പോൾ എങ്ങനെയെങ്കിലും ഈ കോമ്പറ്റീഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കും. ഞാനിപ്പോൾ കറൻറ്റ്ലി ബാംഗ്ലൂരാണ്. അപ്പോൾ ഇവിടുന്ന് ഞാൻ ഓഗസ്റ്റ് 20 ഒക്കെ ആകുമ്പോഴത്തേക്ക് തൃശ്ശൂർ എത്തും. ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളും കൊടുക്കാറുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നാട്ടിൽ കൊല്ലത്ത് വന്നിട്ടായിരിക്കും പീക്ക് വീക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും കോമ്പറ്റീഷൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് പുതിയ വീഡിയോസ് വരും. എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം. പുതിയൊരു വീഡിയോ ആയിട്ടാണ്. മണ്ടിൽ ദെൻ ബൈ ബൈ.